സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹത്വത്തിലിരിക്കുന്ന യേശുവിനെ കുറിച്ച് അല്പസ്വല്പം സംസാരിക്കുവാൻ പ്രിയ ദൈവജനമേ, ദൈവത്തെ ശരണപ്പെടുന്നു. സ്തോത്രം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ ഇല്ലാതെ മഹത്വത്തിലിരിക്കുന്നൊരു യേശുവില്ല. യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച ന്യായാധിപനായ പീലാത്തോസ് ഇല്ലാതെ മഹത്വത്തിലിരിക്കുന്ന ഒരു യേശുവില്ല. യേശുവിന് ലോകം കൊടുത്തത് ക്രൂശ്. ലോകം യേശുവിനെ തള്ളി. സ്വന്തത്തിലേക്ക് വന്നപ്പോൾ യേശുവിന് സ്വന്തമായവർ യഹൂദന്മാർ തള്ളി. എന്നാൽ തള്ളിക്കളഞ്ഞ കല്ല്, യേശു എന്ന കല്ല് മൂലക്കല്ലായി തീർന്നു. മഹത്വത്തിൽ പ്രവേശിച്ച യേശു പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നിത്യനായ രാജാവ്, സമാധാന പ്രഭു, മാർത്തു പൺകച്ച കെട്ടിയവൻ, കാലുകൾ ഉലയിൽ പഴിപ്പിച്ച് വലയോടുന്ന സദൃശ്യം, അജ്ഞാനികത്ത് കണ്ണുള്ളവൻ, നക്ഷത്രങ്ങൾ വലകെ പിടിച്ച് 7 നിലാവിളക്കുകൾ നടുവിലാവുന്നവൻ, അവനാണ് ജലാവതാരം എടുത്ത യേശു. സ്തോത്രം. യുഗങ്ങളുടെ പാറ യേശുവിൽ അടിസ്ഥാനപ്പെട്ട് പണിയപ്പെടുന്ന നാം ഓരോരുത്തരും ചിലപ്പോൾ ചില സമയത്ത് കൊടുങ്കാറ്റിനാൽ ഉലയപ്പെടാം. ഈശാന മൂലം കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ഇതിനാലൊക്കെ വലയാം. പ്രതികൂലം എത്ര ശക്തിയായാലും പ്രതിസന്ധികൾ എത്ര വലിയതായാലും ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ആകയാൽ ലവലേശം ഭീതിപ്പെടേണ്ട. എന്നാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ലോകമനുഷ്യൻ്റെ അവസ്ഥ തകിടം മറിയുന്നതാണ്. അതിന് നിലനിൽപ്പില്ല. പേമാരിയിൽ, കൊടുങ്കാറ്റിൽ തകർന്നു പോകും. അത് വീഴും. അതിൻ്റെ വീഴ്ച വലിയതായിരിക്കും. ദൈവകൃപ അനുസരിച്ച് ദൈവകൃപയിലായിരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ നിത്യ സ്വർഗത്തിൽ കോടാനുകോടി വർഷം യേശുവിനോടൊത്ത് സ്വർഗത്തിൽ, വിശുദ്ധരോടൊത്ത്, ദൂതന്മാരോടൊത്ത്, ദൈവത്തോടൊത്ത് സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ തീരുമാനിക്കാനുള്ള സമയം നിൻ്റെയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിൻ്റെയും എൻ്റെയും ജീവിതം വചനത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറുണ്ടോ? വചനം ഏറ്റെടുത്ത് മുന്നേറുവാൻ തയ്യാറുണ്ടോ? ദൈവ സഭായോഗം ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവം എന്തു കൽപ്പിച്ചു അത് ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയാൽ ആനന്ദമാണ്, പരമാനന്ദമാണ്. ലോകമെതിരാകട്ടെ, സകലരെതിരാകട്ടെ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം താമര കഥകളെ തകർക്കുന്നവൻ, ചിമ്പോടാമ്പുലികളെ ഖണ്ഡിക്കുന്നവൻ, സകലവും കാൽക്കീഴാക്കുന്നവൻ മുന്നുമേ പോകുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, അവൻ നിന്റെ ദൈവമാകുന്നു. തിരുവചനം പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, അതൊന്നും നിന്നോട് ചേരുകയില്ല. സ്തോത്രം. എന്നോട് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നു, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല, ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ദാവീദ് യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം അനുകൂലം. നമുക്കെതിരെ അന്ധകാര ശക്തികൾ എത്ര പോരാടി, നമ്മറിയാത്ത എത്ര പോരുകളെ നമുക്ക് പരിചയമായി ദൈവം പ്രതിരോധിച്ചു. തിരുവചനം പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും, സ്തോത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, സ്തോത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും എനിക്ക് പേടിപ്പാനില്ല. സങ്കീർത്തനം 91:2. സ്തോത്രം. ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. സ്തോത്രം, സ്തോത്രം. കാരണം സർവശക്തനായ യേശു ക്രിസ്തു നിന്നും ജീവിക്കുന്നു. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ മാത്രം ശക്തിയുള്ളതാണ് അത്ര. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങൾ, വാഴ്ചകൾ, ദേശാധിപതികൾ, സ്വർഗത്തിൽ സേനകൾ ഇവരോടത്ര. സ്തോത്രം. യുദ്ധവീരനായ യഹോവ നമുക്ക് മുന്നിലുണ്ട്. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. തിരുവചനം പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്. പതിരിപ്പുകാരായ യഹോവ ശത്രുവിനെ പായിക്കും. സ്തോത്രം. അമോലോക്യർ യുദ്ധത്തിന് വന്നപ്പോൾ പതിരിപ്പുകാരെ അയച്ച്
ദൈവം യേശുക്രിസ്തു പായിച്ചതുപോലെ ശത്രുവിനെ തോൽപ്പിക്കുമാറാക്കിയതുപോലെ ദൈവജനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുത മന്ത്രി വീരനാം ദൈവം. സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തു ഒലിവുമലയിലിരുന്ന് ഹൃദയം തകർമാർക്കറിഞ്ഞെങ്കിൽ ആ ഒലിവുമലയിലേക്ക് തന്നെ യേശു വീണ്ടും വരും. സ്തോത്രം. ആ ഒലിവുമലയിൽ നിന്ന് തന്നെ സ്വർഗാരോഹണം ചെയ്യുവാനിടയായി. ഏതൊലിവുമലയിൽ തന്നെ വേദനയാൽ കരഞ്ഞു പോകും. ആ ഒലിവുമലയിൽ നിന്ന് തന്നെ സ്വർഗത്തിലേക്ക് പോയി. സ്തോത്രം, സ്തോത്രം. എവിടെ നീ ഞാൻ അവമാനിക്കപ്പെട്ടോ അവിടെ തന്നെ ദൈവം ഉയർത്തും. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചും കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്.